ഹായ് നമസ്കാരം, ദീപുവാണ് സംസാരിക്കുന്നത്. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസമായിട്ട് പ്രാമ ഹിക്വിഷൻ്റെ മൊബൈൽ കണക്ടിവിറ്റി, അതായത് റിമോട്ട് കണക്ടിവിറ്റി ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പലപ്പോഴും മെസ്സേജസ് കാണുന്നത് ദിസ് ഡിവൈസ് ഈസ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ ദിസ് ഡിവൈസ് ഈസ് നോട്ട് സപ്പോർട്ടിങ്, അങ്ങനത്തെ എറർ മെസ്സേജസ് ആണ് നമുക്ക് ഓൺലൈൻ കണക്ടിവിറ്റിയിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിക്വിഷൻ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് പ്യുവർലി ഹിക്വിഷൻ എന്നും മറ്റൊന്ന് പ്രാമ ഹിക്വിഷൻ എന്നുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെയും ഹിക്കണക്ട് ആപ്ലിക്കേഷനിൽ തന്നെയാണ് പലരും പ്രാമയുടെ ഡിവൈസ് ഓൺലൈൻ കണക്ടിവിറ്റി യൂസ് ചെയ്തിരുന്നത്. അതായത് പ്രാമയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാമ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നിട്ടും നമ്മളെല്ലാവരും ഹിക്കണക്റ്റിൽ തന്നെ പ്രാമയുടെ ഡിവൈസ് കോൺഫിഗർ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്നിക്കുന്നത് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് കംപ്ലൈൻറ്റ് വരുന്നത്. അതായത് ഹിക്കണക്റ്റിൻ്റെ ആപ്ലിക്കേഷനിൽ പ്രാമയുടെ ഡിവൈസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്, അത് റാൻഡമായിട്ടാണ്, എല്ലാവർക്കും ആ പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡിവൈസ് ഈസ് നോട്ട് സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോവുക, ഡിവൈസ് ഓഫ്ലൈനിൽ പോവുക. DVR NVR ഒക്കെ ഓൺലൈൻ ആയിരിക്കും, പക്ഷേ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഓഫ്ലൈനിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഹിക്വിഷനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി മുതൽ പ്രാമ ഡിവൈസുകളെല്ലാം തന്നെ പ്രാമ ഓൺലൈൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നിലവിൽ പ്രാമയുടെ ഡിവൈസ് ഹിക്കണക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഹിക്കണക്റ്റിൽ നിന്ന് പ്രാമയുടെ ഡിവൈസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രാമ ഓൺലൈനിൽ ആഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഹിക്കണക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിവൈസ് നിങ്ങൾ പുതുതായിട്ട് പ്രാമ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദിസ് ഡിവൈസ് ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നായിരിക്കും എറർ മെസ്സേജസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിലവിൽ പ്രാമയുടെ ഡിവൈസ് ഹിക്കണക്റ്റ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നവർ ഹിക്കണക്റ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ആ ഡിവൈസിനെ ഡിലീറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പ്രാമ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ആഡ് ചെയ്യാം. രണ്ടും ചെയ്യുന്ന രീതിയെല്ലാം സെയിം തന്നെയാണ്. ഹിക്കണക്റ്റ് എങ്ങനെയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് പ്രാമ ഓൺലൈൻ ആപ്ലിക്കേഷനും ചെയ്യുന്നത്. പുതുതായിട്ട് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഇനി പ്രാമയുടെ ഡിവൈസുകളെല്ലാം തന്നെ പ്രാമ ഓൺലൈൻ വഴി ചെയ്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാ കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാവും. അപ്പോൾ ഇൻ്റഗ്രേറ്റേഴ്സ് കസ്റ്റമറിന് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്ത് ഈ ഇഷ്യൂ മാറ്റിയെടുക്കാം. ഓക്കെ, താങ്ക് യു.